നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുക്കൂറിലെ ധീരരായ കേതുവിന്റെയും നിര്യതിയുടെയും അനുഗ്രഹമുള്ള മൂലം നക്ഷത്രക്കാർക്ക് 2026 വിഷു സംക്രമം മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? അടിസ്ഥാനം അഥവാ വേരുകൾ എന്നർത്ഥം വരുന്ന മൂലം നക്ഷത്രം ഈ വർഷം നിങ്ങൾക്ക് പുതിയൊരു ജീവിത അടിത്തറ നൽകുമോ? തൊഴിൽ, വിദേശയാത്ര, സാമ്പത്തികം, ആരോഗ്യം എന്നീ മേഖലകളിലെ കൃത്യമായ പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിലും കുടുംബത്തിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിംഹവാലോ അല്ലെങ്കിൽ കെട്ടിയിട്ട വേരുകളോ ആണ് മൂലത്തിന്റെ അടയാളം. നക്ഷത്രാധിപൻ കേതു ആയതുകൊണ്ട് ആത്മീയതയും ഒന്നിനോടും അമിതമായ മമതയില്ലാത്ത സ്വഭാവവും നിങ്ങളുടെ പ്രത്യേകതയാണ്. ഈ വർഷം നിങ്ങളുടെ ഈ ദൃഢനിശ്ചയം ഏത് പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കും. വേരുകൾ ഉറപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ അടിത്തറ ഭദ്രമാക്കാൻ പറ്റിയ വർഷമാണിത്. തൊഴിൽ രംഗത്ത് മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകും. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പഴയ തടസ്സങ്ങളിൽ നീങ്ങി പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരും. ജോലി മാറ്റത്തിനോ പ്രൊമോഷനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഗവേഷണ രംഗത്തോ ആത്മീയ മേഖലയിലോ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി നോക്കിയാൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ കരുതൽ ആവശ്യമാണ്. കുടുംബത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നു സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ കാലുകൾക്കോ നട്ടെല്ലിനോ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനുമുള്ള പ്രത്യേക പരിഹാരങ്ങൾ വിശദമായി നൽകുന്നു. ഗണപതി ഭജനം ഏറ്റവും പ്രധാനം. മൂലം നക്ഷത്രാധിപൻ കേതു ആയതിനാൽ വിഘ്നേശ്വരനെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഏറ്റവും ഉത്തമമാണ്. അതുപോലെ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. ഹനുമാൻ ഭജനം ശക്തിക്കും സംരക്ഷണത്തിനും. മൂലം നക്ഷത്രക്കാർ ഹനുമാനെ ഭജിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയമില്ലാതാക്കാനും സഹായിക്കും. ശനിയാഴ്ചകളിൽ ഹനുമാൻ അവൽ നിവേദ്യവും വെണ്ണ ചാർത്തലും നടത്തുന്നത് ശത്രുദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ വൈകുന്നേരം ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കും. ഓം ഗം ഗണപതയേ നമഃ. രാവിലെ കുളി കഴിഞ്ഞ് 108 തവണ ഈ മന്ത്രം ജപിക്കുന്നത് എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ സഹായിക്കും. അപ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് 2026 എന്നത് പഴയ തടസ്സങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് പുതിയൊരു ജീവിത അടിത്തറ പണിയാനുള്ള സുവർണ വർഷമാണ്. ആത്മവിശ്വാസത്തോടെയും ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിയാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നതിൽ സംശയമില്ല. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുവെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട മൂലം നക്ഷത്രക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റു നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ധനുക്കൂറിലെ അടുത്ത നക്ഷത്രമായ ശുക്രന്റെ സ്വാധീനമുള്ള പൂരാടം നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.